ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഇൻഷോട്ടിനെ പറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വീഡിയോ പോലും ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ബർത്ത്ഡേ പോസ്റ്റോ വല്ലതും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് വഴി പറ്റും. അതിന് നിങ്ങൾ ന്യൂയിലേക്ക് പോവുക. ഇവിടെ നിങ്ങളുടെ ഗാലറിയിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എടുക്കാം. ഇല്ല എങ്കിൽ ഇവിടെ ഡീഫോൾട്ടായിട്ടൊരു ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു കിടപ്പുണ്ട്, അത് സെലക്ട് ആക്കുക. അത് സെലക്ട് ആക്കുമ്പോൾ അതൊരു 3 സെക്കൻഡ് ഉൾപ്പെടെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുകയാണ്, ഒരു ബർത്ത്ഡേ പോസ്റ്റോ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്കത് കണ്ടോ, ഞാനത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്കത് ആ സൈസ് എത്ര വേണമെങ്കിലും കൂട്ടാനും പറ്റും. നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടാം. അത് കഴിഞ്ഞ് അതിൻ്റെ ആദ്യത്തെ ഓപ്ഷനായ ക്യാൻവാസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിൽ ഏകദേശം ഒരു 9:60 അങ്ങനെ പല ടിക്ടോക്ക് അങ്ങനെ എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഷോർട്സിന് വേണ്ടിയാണ്ട് 9:16 എന്ന് സെലക്ട് ചെയ്തു. ഇതൊരു യൂട്യൂബ് പോസ്റ്റിലേക്ക്, ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലും എല്ലാം ടിക്ടോക്കിലും എല്ലാം സെയിമാണ് ഷോർട്സ്. അപ്പോൾ അത് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്ലാക്കാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇതിന് കൊടുക്കാം. അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ചെല്ലുക. നിങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആക്കുക, സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഇല്ലാതെ തന്നെ നമ്മളൊരു വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ അത് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ ആ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ആ റൗണ്ട് കളർ പോലുള്ള റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻറ്റ് ഫോർമാറ്റിൽ നമുക്കിത് കാണാൻ പറ്റും. അതിപ്പോൾ കാണിച്ചു തരാം. അവിടെ നോക്കുക, താഴെ ഇഷ്ടത്തിന് നിങ്ങൾ ഓരോന്നേ പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് അങ്ങനെ ചേഞ്ചായി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ആക്കുക. അപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളതാണ്. നിങ്ങൾക്ക് സെലക്റ്റാക്കി ഇഷ്ടമുള്ളത് സെലക്ട് ആക്കാനും പറ്റും. എന്നിട്ട് ബോർഡറൊക്കെ വേണമെങ്കിൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ചേഞ്ച് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലോ ചെയ്യിക്കാം, ലേബലുണ്ട്, ഒപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ചാക്കി പല രീതിയിലാക്കി ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഓരോന്നായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് കണ്ടുപിടിക്കുക. അടുത്ത എ എന്നുള്ളതാകുമ്പോൾ നമ്മുടെ ലെറ്ററിൻ്റെ പല പല ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ആക്കി കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് പലത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഫോർമാറ്റിനനുസരിച്ച് മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിളാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റ് ആയി കഴിഞ്ഞു. എല്ലാ ഓപ്ഷൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്കുക. ബോൾഡാക്കാം, ഇറ്റാലിക്ക് ചരിയുന്ന രീതിയിൽ പല ഡിഫോൾട്ട് ഇതിൻ്റെ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ ലാസ്റ്റിലുള്ള ഒരു അനിമേഷൻ പോലെയുള്ള അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഫോണ്ടുകൾ ചലിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വളരെ അറിവിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആർക്കും ഒരു പോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു വീഡിയോ പോലും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള എല്ലാം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആ ടെസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എത്ര സെക്കൻഡിലേക്കാണെന്നാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ അവസാനം വരെ വേണമെന്നുണ്ടെങ്കിൽ അവസാനത്തെയുള്ള ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ എൻഡ്
എന്ന് പ്രസ്സാക്കി ഇത് വീഡിയോയുടെ അവസാനം വരെ അത് കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ബിഗിനിങ്ങും ആക്കി കൊടുത്തിട്ട് സേവ് ചെയ്യുക. ആ ടിക്ക് മാർക്കിലിട്ട് സേവ് ചെയ്താലാണ് അത് സേവ് ആകുന്നത്. ഇപ്പം തന്നെ ഒരു പോസ്റ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അൺഡു ഓപ്ഷനുണ്ട്. അൺഡു ഓപ്ഷൻ ചെയ്താൽ നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ ഓപ്ഷനിലേക്ക് പോകും. എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴും പ്ലേ ചെയ്ത് നോക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, എങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അൺഡു ചെയ്ത് അത് മാറ്റുക. അടുത്തൊരു ഓപ്ഷനാണ് മ്യൂസിക്. നിങ്ങൾക്ക് ഇതിനകത്ത് മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കിടക്കുന്ന ഡീഫോൾട്ടായിട്ടുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഫീച്ചേർഡ് ഇതിനകത്ത് ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന, പിന്നെ മൈ മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എഫക്ട്സ് ഒക്കെ കൊടുക്കാം. ആ കാണിച്ചിരിക്കുന്ന പോലെ ബെല്ലിൻ്റെ എഫക്ട്സ് കൊടുക്കാം, ഡോൾബി, അത് ഓരോന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് വളരെ പ്രയോജനമുള്ള ഒരു ആപ്പാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ ഒരു മ്യൂസിക് സെലക്ട് ആക്കി. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ആ പ്ലേ ബട്ടൺ, മുകളിലുള്ള പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് പ്ലേ ആക്കി നോക്കുകയും ചെയ്യാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സേവ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് സ്വന്തം വോയിസ് കൊടുക്കണമെങ്കിൽ അവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ റെക്കോർഡ് ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ സൗണ്ട് കൊടുത്താൽ മതി. ഇതുപോലെ റെക്കോർഡായി കിട്ടും. എന്നിട്ട് അത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് ശരിയായില്ലെന്ന് തോന്നിയാൽ അവിടെ ഡിലീറ്റ് ചെയ്യാനുണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞ് ചെയ്ത് കിട്ടിട്ട് വീണ്ടും കൊടുക്കാം. ഉണ്ടാവും ഒരു വോയിസ് ഞാൻ കൊടുത്ത് വേണേൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ സെലക്ട് ആക്കിയിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ മ്യൂസിക് വേണമെങ്കിൽ വീണ്ടും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൈ മ്യൂസിക് അങ്ങനെയൊക്കെ എടുത്ത് എന്ത് വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം. വീഡിയോ ബിഗിനിങ് ആക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ഓപ്ഷനാണ് AI സ്പീച്ച്. AI സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൗണ്ട് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുകയില്ല എങ്കിൽ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡീഫോൾട്ടായിട്ട് കുറച്ച് സൗണ്ടുകൾ ആൾക്കാർ സംസാരിക്കുന്ന പോലെ വരും. അത് നമുക്ക് റെക്കോർഡ് നമ്മുടെ ഈ വീഡിയോയിലേക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ സൗണ്ട് കൊടുക്കണ്ടായെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് വേണം. ഇപ്പോൾ അത് ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ സപ്പോർട്ടുള്ളൂ. ഉണ്ടോ, ഓരോ ആൾക്കാരുടെ സൗണ്ട് ഇട്ടിട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ സൗണ്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് കൊടുക്കാം. എന്നിട്ട് മുകളിൽ സേവ് ചെയ്താൽ നമുക്കത് പോകാം. അതുപോലെ നമുക്ക് സംസാരിച്ച് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാക്കാൻ പറ്റും. അതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്ക് മാർക്കിലിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോഴാണ് നമുക്കത് സേവായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഒന്ന് ഓടിച്ച് പറയാം. നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വോളിയം, ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോ വോളിയം ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് കുറവാണെങ്കിൽ ആ വോളിയം വെച്ച് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയം കൂട്ടാം. അവിടെ ഡീനോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് രണ്ട് സെലക്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ സെലക്ട് ആക്കിയിരിക്കുന്നതുകൊണ്ടാണ് വോളിയം കാണിക്കാത്തത്. നിങ്ങളുടെ ഒരു വീഡിയോ ആണെങ്കിൽ അവിടെ വോളിയത്തിൻ്റെ അവിടെ 200% വരെ കൂട്ടാനും പറ്റും, ഡീനോയ്സ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സൗണ്ട് മാത്രം ഒന്ന് ക്ലിയർ കൂട്ടാനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വോളിയം മാത്രം എടുത്തിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അടുത്തൊരു ഓപ്ഷനാണ് സ്റ്റിക്കർ. സ്റ്റിക്കറിനകത്ത് ഇഷ്ടത്തിന് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റിക്കേഴ്സ് എടുക്കാം. അവിടെ സെർച്ച് ബട്ടൺ അവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു ടൈമർ വേണമെങ്കിൽ ടൈമറിന് കൊടുക്കാം, ക്ലോക്ക് വേണമെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള സാധനം, അത് എന്ത് സാധനം വന്നു കഴിഞ്ഞാലും ഇവിടെ വരും. അത് വീഡിയോ എൻഡ് വരെ വേണമെങ്കിൽ ഇതേ രീതിയിൽ ഞാൻ കാണിച്ച പോലെ വീഡിയോ എൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്താൽ അത് വീഡിയോയുടെ അവസാനം വരെ കാണിക്കും. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം, സൗണ്ട് കൂട്ടാം. പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഈ സ്റ്റിക്കേഴ്സൊക്കെ പ്ലേസ് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ഐഡിയാപരമായിട്ട് വെച്ചിട്ട് ഇതേ രീതി സെലക്ട് ആക്കി കഴിഞ്ഞാൽ വലിപ്പം കൂട്ടാം, കുറയ്ക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എന്നിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. മ്യൂസിക് നമ്മൾ നോക്കി, ടെസ്റ്റ് നോക്കി. ഇനി എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിനകത്ത് പ്രസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് കിട്ടി ഇത് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ഒരു സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതേ ക്ലിക്ക് ചെയ്താൽ അതേ രീതിയിൽ മുകളിൽ വരും. എന്നിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് അതിൻ്റെ വാല്യൂ വേണേൽ കൂട്ടി കൊടുക്കാം. നല്ല രീതിയിൽ വേണമെങ്കിൽ
അപ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് മുകളിലുള്ള ഓപ്ഷൻസും എല്ലാം നോക്കി ഇങ്ങനെ കറങ്ങുന്ന രീതിയിലാക്കണമെങ്കിൽ ആക്കാം. അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഏതെങ്കിലും സെലക്ട് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ആക്കി കഴിഞ്ഞാൽ ഇതേ രീതി വരും. അത് വീഡിയോ എൻഡ് വേണമെങ്കിൽ അതേ രീതി തന്നെ വീഡിയോ എൻഡ് എന്ന് കൊടുക്കുക. അതുപോലെ AI എഫക്റ്റ് ഉണ്ട്. അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് സാമ്പിൾ കാണാൻ പറ്റും. അതേ നോക്കി നിങ്ങൾ കൊടുക്കുക. അത് വന്നു. അപ്പോൾ അത് എന്തോ ഒരു മെട്രോ എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർ പോലൊക്കെ വരുന്ന ഒരു ആണ് അവിടെ കാണിച്ചത്. അത് ഞാൻ ചുമ്മാ എക്സാമ്പിളിന് വേണ്ടി സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ വശത്തുള്ള ഗ്ലോ അങ്ങനെ നോക്കി അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴേക്ക് അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഓപ്ഷൻ കാണിക്കും. നിങ്ങളുടെ പോസ്റ്റിലേക്ക് ഏതൊക്കെ രീതി നിങ്ങൾക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ അഡ്വാൻസ് സെറ്റിംഗ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാവുന്നതാണ്. അടുത്ത അതിൻ്റെ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാം ലൂണാർ. അതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. അത് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇഷ്ടപ്പെട്ടോന്ന്. പിന്നെ അഡ്ജസ്റ്റ് എന്നാണെങ്കിൽ നമുക്ക് ലൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, വാംത് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കണ്ടോ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കൂടുന്നതും കുറയുന്നതും നമുക്ക് കാണാനും പറ്റും. TMT ഉണ്ട്. ഇതെല്ലാം എന്നിട്ട് വീഡിയോ എൻഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ മനസ്സിലായില്ല, ഒരേ രീതിയിലാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇത് അടുത്തൊരു ഓപ്ഷനാണ് PIP. PIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോസോ വീഡിയോസോ കൊണ്ട് പേസ്റ്റ് ചെയ്യാനാണ്. പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബർത്ത്ഡേ പോസ്റ്റ് ഒരാളുടെ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, അതെനിക്ക് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും മുകളിൽ. എന്നിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വീഡിയോയുടെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് മുകളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ PIP കൊണ്ട് വീഡിയോസ്, ഫോട്ടോസ് എല്ലാം ചെയ്യാൻ നമുക്ക് മണ്ടയ്ക്ക് കൊണ്ടിട്ട് സ്റ്റിക്കർ പോലെ പേസ്റ്റ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യിക്കാനും എല്ലാം പറ്റും. അത് കൊണ്ടുവന്ന് നമ്മൾ ഒരെണ്ണം ഇട്ട് ചെക്ക് ചെയ്താൽ മതി, ക്ലിയറായിട്ട് മനസ്സിലാവും. അതിൻ്റെ വലിപ്പം കൂട്ടാൻ കുറയ്ക്കാൻ കേട്ടോ. അവിടെ ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ചെയ്യും. അങ്ങനെ അതിൻ്റെ അത് വീഡിയോ മണ്ടയ്ക്ക് പ്ലേ ആയി കൊണ്ടുവന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ PIP എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് പിന്നെ ഡീഫോൾട്ടായിട്ട് ഇവിടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ധാരാളം PIPകൾ ഇവരുടെ ഓൾറെഡി ഡീഫോൾട്ടായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, ഇപ്പോൾ ഒരു ബർത്ത്ഡേയുടെ അയാളുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെറ്റീരിയൽസിനകത്ത് ഇരിക്കുമ്പോൾ ഓൾറെഡി ഈ ആപ്പ് തരുന്ന കുറേ സെറ്റിങ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് 10 സെക്കൻഡിന് സമയം ഉണ്ട്, അത് നോക്കിയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഇത് കൊണ്ട് നമുക്ക് സെറ്റാക്കാം. അവിടെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം കൃത്യമായിട്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് സെലക്ട് ആക്കുക. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരു പോസ്റ്റിനകത്ത് വേണമെന്നല്ല, ഞാൻ എല്ലാ ഓപ്ഷൻസും ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് കണ്ട ബാക്ക്ഗ്രൗണ്ട്, ട്രാൻസിക്ഷൻ, ഇൻട്രോ ഉണ്ട്. ഇൻട്രോയിൽ കുറേ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഇത് ഡീഫോൾട്ടായിട്ട് ഈ ആപ്പിനകത്ത് തരുന്നതാണ്. ഇവർ ഇതിനകത്ത് എപ്പോഴും പുതിയ ആഡാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ ഇതേ രീതിയിലൊക്കെ നമ്മുടെ പോസ്റ്റിലേക്ക് ടൈമർ കൊണ്ടുവന്നു. സിമ്പിളായിട്ട് PIP എന്നൊരു ഓപ്ഷൻ വഴി നമുക്കിതെല്ലാം സാധിക്കും. പിന്നെ നമ്മുടെ ഡ്യൂറേഷനൊക്കെ കൂട്ടി കൊടുക്കാതെ എത്ര നേരം വേണം. എന്നിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്ത് അത് അവിടെ സേവായി കിട്ടും. അങ്ങനെ ഈ PIP വളരെ നല്ലൊരു സ്റ്റിക്കർ പോലെ നമുക്ക് എന്ത് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫോട്ടോസ്, ഹാപ്പി ബർത്ത്ഡേ ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഒരു ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഇതൊരു ഓപ്ഷനാണ് ഞാൻ സ്പ്ലിറ്റ് എന്ന്. ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ലൈൻ കണ്ടില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഇത് ചെറിയ വീഡിയോ കൊണ്ടാണ് സ്പ്ലിറ്റ് ആവാതിരിക്കുന്നത്. നിങ്ങളുടെ ഒരു സ്വന്തം വലിയ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിൽ വന്ന ആ ലൈൻ്റെ റൈറ്റ് സൈഡിൽ വന്നത് ഡിലീറ്റ് ആക്കി കളയാനും പറ്റും. ആ ഡിലീറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വലിയ വീഡിയോ വേണ്ടാത്തൊരു ഭാഗം നമ്മുടെ ഒരു വീഡിയോയുടെ ലാസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഭാഗം ഡിലീറ്റായി പോവുകയും നമ്മുടെ വീഡിയോയിൽ നിന്ന് ഡിലീറ്റ് ആക്കാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനാണ് സ്പ്ലിറ്റ്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ഒരു വലിയ വീഡിയോ ഉണ്ട്, അതിൻ്റെ നമുക്ക് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മതി
എന്നുള്ളപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ വോളിയം നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഏത് വീഡിയോയുടെയും വോളിയം കൂട്ടാം. ഡ്യൂറേഷൻ പറഞ്ഞതാണ്. ഈ ഓപ്ഷൻസൊക്കെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന്. അനിമേഷൻ, ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ അനിമേഷൻ സപ്പോർട്ടല്ല, നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആയതുകൊണ്ടാണ്. ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ക്രോപ്പ് ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ക്രോപ്പ് ചെയ്യുക. ഇതിനകത്ത് ഇപ്പോൾ സപ്പോർട്ടാവാത്ത നമ്മൾ ഇത് വീഡിയോ ഇതിൽ നിന്ന് തന്നെ എടുത്തതുകൊണ്ടാണ്. കട്ടൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട്, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ ആ ഫോട്ടോ സ്റ്റിക്കർ പോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട, ചേഞ്ച് ആക്കണം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കൊടുത്ത് വെച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ മാത്രം കിട്ടും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ ആ കട്ടൗട്ട് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആക്കി മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ്, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുകൂടെ അതേ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേലെ ഒരു വീഡിയോ കൂടി ഇതിലേക്ക് ആഡാവും. പിന്നെ റിവേഴ്സ് ചെയ്യിക്കാം. നമ്മുടെ വീഡിയോയുടെ ഈ ഭാഗമുണ്ട്, ഇത് ഇനി പുറകെ കൂടെ പ്ലേ ആയി വരണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ റിവേഴ്സ് ചെയ്യിക്കാം. ആ ഓപ്ഷൻ നോക്കിയാൽ മതി. ഫ്രീസ് ചെയ്യിക്കാം. നമ്മുടെ വീഡിയോ ചില ഭാഗങ്ങൾ ഫ്രീസ് ആയിരിക്കണമെങ്കിൽ, അനങ്ങാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ അത്രയും പോർഷൻസ് അനങ്ങാതെ ഇരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഭാഗം. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ട് ഓരോ ടൈമിലും അത് ചെക്ക് ചെയ്യാനും പറ്റും. റിവേഴ്സ് ചെയ്യിക്കാം. അങ്ങനെ വളരെ പ്രയോജനപ്പെട്ട ഒരു ആപ്പാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ പോലും ഇല്ലാതെ നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ഒരു പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് ഈ റൈറ്റ് സൈഡിലുള്ള ഞാൻ ഇപ്പം പ്രസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വലുതാക്കി നിങ്ങൾക്കിത് കാണുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് വാട്ടർമാർക്കുള്ളതാണ്. ഇൻഷോട്ട് എന്ന് പറയുന്നത് താഴെ കാണിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. ആ ഇൻഷോട്ടിൻ്റെ അവിടെ ഒരു ചെറിയ ക്രോസ് മാർക്ക് കാണുന്നുണ്ട്, അതേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് മാറുകയും ചെയ്യും. നിങ്ങളിതെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെയുള്ള എക്സ്പോർട്ടേ ഞെക്കിയാൽ മതി. എക്സ്പോർട്ടേ പ്രസ്സാക്കി നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യിക്കാം. അങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഒരു വീഡിയോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് പെട്ടെന്നൊരു പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു 2-3 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ലൊരു പോസ്റ്റ് ഉണ്ടാക്കാം. PNB പോലുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട്. കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളയാൻ. അപ്പോൾ ഇത് എക്സ്പോർട്ട് ക്ലിക്കായി കഴിഞ്ഞാൽ 4K ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ എന്താ സപ്പോർട്ട് നോക്കിയിട്ട് 4K സപ്പോർട്ട് ഫോണാണെങ്കിൽ 4K കൊടുത്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ 2K ഉണ്ട്, 1080p ഉണ്ട്. അത് കൊടുത്ത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇത് വളരെ നല്ല ഇതുപോലെയുള്ള ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് വീണ്ടും ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് ക്ലിയറായിട്ട് നോക്കിയാൽ മതി ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ നിങ്ങളൊന്ന് സെലക്ട് ആക്കിയിട്ട് പ്ലേ ആക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. താങ്ക്സ്.